നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു നല്ല മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. സിംഗിൾ സ്റ്റോറഡ് ബിൽഡിംഗ് ആണ്. നമുക്ക് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് നോക്കുമ്പോഴത്തേക്കും കേബിൾ റൂഫും അതുപോലെ തന്നെ സ്ലോപ്പും വരുന്ന റൂഫ് മോഡലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ടെക്സ്ചർ ലുക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു എക്സ്റ്റീരിയർ ലുക്കിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അത് മനോഹരമാക്കുവാനായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് നല്ല മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമുക്കിവിടെ പണി ചെയ്ത് വരുന്നുണ്ട്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ടാർട്ട ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഒരു വർക്കും കാര്യങ്ങളാണ് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ് നമുക്ക് വന്നിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഡിസ്റ്റൻസിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല മനോഹരമായ വീട്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തച്ചോട്ടാവിന് സമീപം മഞ്ചാടി എന്നുള്ള സ്ഥലത്താണ്. മഞ്ചാടിയിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട്. പീസ്ഫുൾ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് പീസ്ഫുൾ സ്ഥലത്ത് നോക്കുന്ന ഒരാൾക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഈ ഒരു വീട്. കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. നമുക്ക് ഇത് റെഡി ടു മൂവ് ഓൺ ആണ്. അതുപോലെ തന്നെ ലോറി സൈറ്റ് തന്നെയാണ് വീട് വരുന്നത്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. 3,900 സെൻറ്റ് ലാൻഡിൽ 900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ പണിയെടുപ്പിച്ചിരിക്കുന്ന നല്ല മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണെ കൂടി എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഫ്രണ്ട് നമുക്ക് വിശാലമായിട്ട് എൻട്രൻസ് തന്നിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. നമുക്കൊരു കാറൊക്കെ സുഖമായിട്ട് നമുക്ക് അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോകാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ എൻട്രൻസിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഫ്രണ്ടേജിൽ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റ് ഔട്ട് നമുക്ക് 12x4 ഡയമെൻഷൻ വരുന്ന റെക്ടാങ്കിൾ മോഡൽ ഒരു മനോഹരമായ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല പ്രീമിയം ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലോറിങ്ങിൽ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് അത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. നനക്കല്ല് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഒരു കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലത്തെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. നല്ലൊരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അതും ലോക്ക് ഹാൻഡിലും കാര്യങ്ങളും നല്ല ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ലാവൻഡറിൽ പണിതിട്ടുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലൂടെ നമുക്ക് കിടക്കാം. സിറ്റ് ഔട്ടിൽ നമുക്ക് നേരെ വീടിനകത്തോട്ട് നമുക്ക് കയറുമ്പോഴത്തേക്കും ഹോൾ പ്ലസ് ഡൈനിങ് ഏരിയ എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള നല്ല മനോഹരമായ സ്പേസാണ് നമുക്ക് വന്നിട്ടുള്ളത്. 20x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു ഏരിയയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്ലോറിൽ നമുക്ക് നോക്കുമ്പോൾ പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈൽസ് കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ള കച്ചയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വീടാണ് ഇത്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ TV യൂണിറ്റിൻ്റെ താഴെ കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് വർക്കാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു വാഷ് കൗണ്ടർ ഏരിയ, നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള വാഷ് കൗണ്ടർ ഏരിയയും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഇവിടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. അത് നമുക്ക് ഒതുങ്ങിയൊരു സ്പേസിലാണ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആക്കി നമുക്ക് വച്ചിട്ടുള്ളത്. നമുക്ക് സീലിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കിലുള്ള സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വീട് നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ വീട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ നമുക്ക് കിച്ചണിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. ഈ നേരെ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. 10x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു കിച്ചൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ഫ്ലോറിങ്ങിനായിട്ട് നമ്മൾ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കബോർഡ് വർക്കും കാര്യങ്ങളെല്ലാം മനോഹരമാക്കി കളർ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ വർക്കെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കി പണി എല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിൽ കജിയുടെ നല്ല പ്രീമിയം ക്വാളിറ്റി ടൈൽസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്ന ഒരു റൂമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു വാർഡ്രോബ്സ് നമുക്ക് ഈ ഒരു റൂമിൽ വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നല്ല കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം വർക്കാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്നത്. നല്ല കളർ തീമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് ജസ്റ്റ് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് വരുന്നത്. നല്ല വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം വന്നിട്ടുണ്ട്. 16x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്ത് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഫ്ലോറിനായിട്ട് തന്നെ കജിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി രീതിയിൽ നല്ല ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. വേറെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. 10x10 ഡയമെൻഷൻ വരുന്ന ഈ ഒരു ലാസ്റ്റ് ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് റൂംസ് എല്ലാം തന്നെ പണിതിട്ടുള്ളത്. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂമിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിനായിട്ട് കജിയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു റൂമിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ബെഡ്റൂം വരുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്ത് ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വർക്ക് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നല്ല പ്രീമിയം ലുക്കൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട അത്ര നല്ല മനോഹരമായ 3,900 സെൻറ്റ് സ്ഥലത്ത് 900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുടെ വീടിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അതും എക്സ്റ്റീരിയറിനേക്കാളും ഇൻറ്റീരിയർ നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 41 ലക്ഷമാണ് ചോദ്യം വരുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 41 lakhs ആണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. വീട് പർച്ചേസിന് ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.